അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ 8ാമത്തെ നാമമായിട്ടുള്ള അൽ അസീസ്. അൽ അസീസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രതാപവാൻ, ശക്തൻ, അജയൻ, സർവശക്തൻ ഇതൊക്കെയാണ്. ഖുറാനിൽ 92 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ തന്നെ അൽ അസീസ് എന്നുള്ള നാമം കൊണ്ട് വിളിക്കുന്നുണ്ട്. അൽ അസീസ് എന്നുള്ള നാമം പറയുമ്പം ഇവിടെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ജയിക്കുന്നവനാണ്. എല്ലാ ശക്തിയുടെയും സമാനതകളില്ലാത്ത ഉറവിടമാണ് അൽ അസീസ്. മാത്രമല്ല അവൻ്റെ ശക്തിയെ മറികടക്കാനോ ചെറുക്കാനോ ആർക്കും കഴിയില്ല. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശക്തിയും അന്തസ്സും നൽകുന്നു. ഇവിടെ നമ്മൾ അസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്സത്ത് അല്ലേ, ഇസ്സത്ത് എന്ന് പറയും. നമുക്ക് അന്തസ്സ് അല്ലെ, അഭിമാനം എന്നൊക്കെ പറയും, ബഹുമാനം എന്നൊക്കെ പറയുന്ന ഈ ഒരു വാക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇസ്സത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇസ്സത്ത് അല്ലെങ്കിൽ നമ്മളൊരു അന്തസ്സ് അല്ലെ ബഹുമാനം എന്നൊക്കെ പറയുമ്പോൾ അത് പണം അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്ത്, നേട്ടങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുക. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. സാധാരണ നമ്മൾ കാണും മറ്റ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടും മറ്റതിൽ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും ആൾക്കാർ ഇസ്സത്ത് ഉണ്ടാക്കിയെടുക്കുമെന്ന് പറയും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തുള്ള നമ്മുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നും അൽ അസീസായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഇഹത്തിലും പരത്തിലും നമ്മൾ ഇസ്സത്ത് നേടുക. ഖുർആനിൽ അൽ അസീസ് എന്ന് പറഞ്ഞ ഈ ഒരു നാമം വന്നിട്ടുള്ള 2 ആയത്തുകൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. സൂറ ഫത്തഹിലെ 7ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അസീസൻ ഹകീമ. മറ്റൊരു സൂറത്തായ സൂറ അശൂറയിലെ 68ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. അസ്സലാമു അലൈക്കും.